ബ്രസീൽ നോർവേ മത്സരം അത് നമുക്ക് വിശദമായി നോക്കാം. ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ, ഫുട്ബോൾ വിദഗ്ധൻ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ജോസഫ്, ബ്രസീൽ ആരാധകർക്ക് വല്ലാത്ത നിരാശയാണ്. നിരാശപ്പെട്ടേ മതിയാകൂ. ക്വാർട്ടർ ഫൈനൽ എത്താതെ അവർ മടങ്ങുകയാണ്. വല്ലാത്തൊരു ദിവസമാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ ജയം നോർവേ വളരെ കൃത്യമായി അർഹിച്ചിരുന്നില്ലേ? നോർവേയുടെ ക്രെഡിറ്റിൽ തന്നെ പോകേണ്ട ഒരു മത്സരമായിരുന്നില്ലേ അത്? തീർച്ചയായിട്ടും നോർവേ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ മത്സരത്തിലേക്ക് വന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൊസഷൻ നിലനിർത്തേണ്ടത്. ബ്രസീലിന് വെറും 34% പൊസഷൻ കിട്ടിയുള്ളൂ. പന്ത് മുഴുവൻ നോർവേയുടെ പക്കലായിരുന്നു എന്നുള്ളതാണ്. ഇത് ബ്രസീൽ തന്നെയാണോ എന്ന് ആരാധകരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ. പണ്ടൊക്കെ നമ്മൾ ജോഗാ ബൊനിറ്റോ എന്ന് പറഞ്ഞ ബ്രസീലിന്റെ ആ ഒരു കളിശൈലി ഒത്തിരി അധികം ആരാധകർ ഇഷ്ടപ്പെട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്ന ബ്രസീൽ തന്നെയാണോ ഇന്ന്? ബ്രൂണോ ഗിമാരസ് പെനാൽറ്റി എടുക്കാൻ വന്നതിനെ കുറിച്ച് കാർലോ ആൻസലോട്ടി പറയുകയുണ്ടായി. പക്ഷേ ബ്രൂണോ ഗിമാരസ് ആദ്യമായിട്ടാണ് ബ്രസീലിന് വേണ്ടി ഒരു പെനാൽറ്റി എടുക്കുന്നത്. അങ്ങനെ ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. അത് അനലിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനമാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് അവസരം കൊടുത്തുകൂടായിരുന്നോ? നെയ്മാറിന്റെ ശൈലിയൊക്കെ ഫോളോ ചെയ്തു, ശരി തന്നെ. പക്ഷേ ഗോൾ കീപ്പർ അതേ വഴിക്ക് തന്നെയാണ് ചാടിയത്. നെയ്മാർ ഗോൾ കീപ്പറെ വേറൊരു വഴിക്ക് വിട്ടിട്ടാണ് പൊതുവെ പെനാൽറ്റി അടിക്കുന്നത്. പക്ഷേ ബ്രൂണോ ഗിമാരസ് തുടക്കത്തിൽ തന്നെ മൊമെന്റവും കളിയും വശത്താക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. അതിനുശേഷം എൻറിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിരുന്നു, അത് പാഴാക്കി. ഇപ്പൊ ബ്രസീലിന് കിട്ടിയ അവസരങ്ങൾ പാഴാക്കി, അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ കളിച്ചത് നോർവേയാണ്. നല്ല മനോഹരമായിട്ട് അവരുടെ 3 മിഡ്ഫീൽഡേഴ്സും 90% കൂടുതൽ ആക്യുറസി ആയിട്ട് കളി നിയന്ത്രിച്ചു. എർലിംഗ് ഹാലൻഡ് ഗോൾ അടിക്കും നമുക്കറിയാം, അദ്ദേഹത്തിന് അവസരം സൃഷ്ടിക്കുമെന്നും അറിയാം. അങ്ങനെ നോർവേ അവസരം സൃഷ്ടിച്ചു കൊടുത്തു. എർലിംഗ് ഹാലൻഡ് നല്ല മനോഹരമായി ഫിനിഷ് ചെയ്തു. ആദ്യത്തെ ഹെഡർ വിൻ ചെയ്തൊക്കെ നോക്കുക. അദ്ദേഹം അത്ര അഡ്വാൻറ്റേജസ് പൊസിഷൻ ആയിരുന്നില്ല. പക്ഷെ ഗബ്രിയലിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് ഗബ്രിയൽ മനോഹരമായ ഹെഡർ വിൻ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ ഹാലൻഡ് വിൻ ചെയ്യുന്നു. അദ്ദേഹം തന്നെ അതിനുശേഷമുള്ള രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോപ്പർ ബാക്ക് ലിഫ്റ്റ് പോലും ഇല്ല, അതിനുള്ള സമയമില്ല. പക്ഷെ അനായാസമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാവുന്നു. നോർവേ ശരിക്കും അർഹിച്ച വിജയമാണ്. അവരാണ് കളി നിയന്ത്രിച്ചത്, അതിനനുസരിച്ച് അവർ വിജയിക്കുകയും ചെയ്തു. അട്ടിമറിയും നമുക്ക് പറയാം. കാരണം ബ്രസീലാണ് 5 ടൈം ചാമ്പ്യൻസ് ആണ്. വേൾഡ് കപ്പ് ആകുമ്പോൾ അവരൊരു പ്രത്യേക തരത്തിൽ വളരെയധികം അട്രാക്റ്റീവായിട്ട് കളിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ പതിയെ ഋതത്തിലേക്ക് എത്തിയെന്നൊക്കെ തോന്നി. ഓരോ മത്സരം കഴിയുമ്പോൾ മെച്ചപ്പെടുന്ന ബ്രസീലിനെ കണ്ടെങ്കിലും ഇന്ന് നിരാശപ്പെടുത്തി. റൈറ്റ്. ഇനി ആഞ്ചലോട്ടി പറഞ്ഞത് ഈ ബ്രസീൽ ടീമിലെ പ്രധാനപ്പെട്ട പെനാൽറ്റി ടേക്കേഴ്സ്, അത് ഓർഡർ നോക്കുകയാണെങ്കിൽ 1 നെയ്മറാണ്, 2 റഫീഞ്ഞയാണ്, 3ാമത് ഗിമേറസ് ആണെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും മറ്റു രണ്ടുപേരും പിച്ചിലില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഗിമേറസിലേക്ക് പോയി എന്നാണ്. എന്താണെങ്കിലും ആ തീരുമാനം പാളി എന്നുള്ളതിൽ സംശയമില്ല. അവിടെ പറയേണ്ടത് ഈ നോർവേ ഗോൾ കീപ്പർ നൈലൻഡ്, അയാൾ എന്തൊരു പ്രകടനമാണ്. യെസ്, അത് വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി അവിടെ നമ്മൾ കണ്ടു. പുള്ളി ആ പെനാൽറ്റി സേവ് ചെയ്താൽ മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഡിഫൻഡറുടെ ഡിഫ്ലക്ഷൻ ഓൺ ഗോളിലേക്ക് പോകുന്നത് വളരെ മനോഹരമായിട്ടാണ് പുള്ളി പിന്നിലേക്ക് ചാടിയത്, അകറ്റിയതും. ആകെ 3 സേവേ ഉള്ളതാണ് എന്റെ ഓർമ്മ. ഇത് ഓൺ ഗോൾ വരുന്നത് സേവ് ആയിട്ട് കണക്ക് കൂട്ടില്ലല്ലോ. പക്ഷെ എന്നാലും അദ്ദേഹം കൃത്യമായിട്ട് ബോക്സ് കമാൻഡ് ചെയ്തു. ഒരിക്കലും ബ്രസീൽ ഗോൾ അടിക്കുമെന്ന് ഈ മത്സരത്തിൽ തോന്നിയില്ല. 14 ഷോട്ടൊക്കെ അടിച്ചു, XG ഒത്തിരി കൂടുതലായിരുന്നു. പക്ഷെ അവർ ഗോൾ അടിക്കുമെന്നുള്ള ഒരു തോന്നൽ അങ്ങനെ വന്നില്ല. അവസാനത്തെ 2 പെനാൽറ്റി കിട്ടിയ മത്സരമാണെന്ന് നോക്കണം. എന്നാൽ പോലും ഗോൾ കീപ്പറുടെ ആ ഒരു കമാൻഡിങ് പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണം. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അന്നേരമൊക്കെ പുള്ളി കൃത്യമായിട്ട് വന്നു. ഒഡേഗാർഡും അതുപോലെ തന്നെ സാന്റബെർഗും പാട്രിക് ബെർഗ്, ഈ 3 മിഡ്ഫീൽഡേഴ്സ് നന്നായി കളിച്ചു. പക്ഷെ ഇവരുടെ ഇന്ന് പൊസഷൻ റാഞ്ചി എടുത്ത് പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ബ്രസീലിന്റെ പതിവ് ശൈലിയല്ല, കൗണ്ടർ അറ്റാക്കുകൾ വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഗോൾ കീപ്പർ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല, പെട്ടെന്ന് റെഡി ആവണം. ആ സമയത്ത് എപ്പോഴൊക്കെ നൈലാൻഡിനെ വിളിച്ചോ അദ്ദേഹമൊക്കെ റെഡി ആയിരുന്നു. ബ്രസീലിനുള്ള അവസരങ്ങൾ നിഷേധിച്ചു, വാതിൽ അടച്ചു കൊടുത്തു എന്ന് പറയാം. ഇനി ഏതാണ്ട് 79 മിനിറ്റിലാണ് ഗോളെങ്കിൽ പോലും 75 മിനിറ്റ് വളരെ കൃത്യമായി ഹാളൻഡിനെ പിടിച്ചു കെട്ടി ബ്രസീൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ആന്ദ്രേ ഷെൽഡ്രൂപ്പിന്റെ ആ വരവ് അത് വല്ലാത്ത തരത്തിൽ ആ കളിയുടെ ഒരു റിതം നോർവേക്ക് അനുകൂലമാക്കിയെന്ന് തോന്നുന്നു, അല്ലേ? യെസ്, അദ്ദേഹത്തിന്റെ ആ ഒരു ക്രോസിൽ തന്നെയാണല്ലോ ആ ഗോള് വന്നതും. അത് ശരിക്കും പറഞ്ഞാൽ നോർവേ നന്നായി പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലിയർ കട്ട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എതിരാളികളുടെ ബോക്സിൽ പൊതുവെ ഹാലൻഡിന് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിൽ പന്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിലും നന്നായി പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്ത നോർവേക്ക് ഒരു ഫൈനൽ തേർഡിൽ ഒരു ഡിഫറെന്റ് എഡ്ജ്, ഒരു അറ്റാക്കിംഗ് എഡ്ജ് വന്നത് ഷെൽഡ്രൂപ്പ് വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ ആ ക്രോസിൽ നിന്ന് മനോഹരമായി ഹെഡ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ വന്നപ്പോഴാണെങ്കിൽ നോക്കുക, അതിന് പിന്നെയുള്ള നോർവേയുടെ ആക്രമണങ്ങൾക്ക് ഒരു പുതുജീവൻ വെച്ച പോലെയായിരുന്നു. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായി വർക്ക് ചെയ്തു. ഇനി മറുവശത്ത് ചിന്തിക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് അവർക്ക് മൊമെന്റം കിട്ടിയത്, എൻറിക്കിന്റെ. എന്നാൽ ഇങ്ങനെ ഡിഫൻസീവായിട്ട് കൗണ്ടർ അറ്റാക്കിൽ കളിക്കാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കളിച്ചുകൂടായിരുന്നോ? കാസമീരോയും ഫാബിഞ്ഞോയും പന്ത് വീണ്ടെടുക്കാനെങ്കിലും സഹായിച്ചേനല്ലോ. അപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം
ആൻസലോട്ടിയുടെ തന്ത്രം പാളി എന്നുള്ളത് വ്യക്തമാണതിൽ. നോർവേ മാനേജർ ആണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ തന്ത്രങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തു. ഇനി എന്താണെങ്കിലും സങ്കട കാഴ്ച അത് നെയ്മറിന്റെ തിരിച്ചുപോക്കാണ്. കരഞ്ഞാണ് നെയ്മർ ആ കളത്തിൽ നിന്ന് കയറുന്നത്. നെയ്മർ എങ്ങനെയായിരിക്കും നെയ്മറിനെ ലോകകപ്പ് അടയാളപ്പെടുത്തുക? ശരിക്കും ലോകകപ്പിൽ 4 ലോകകപ്പിൽ ഗോൾ അടിക്കുന്ന രണ്ടാമത്തെ ബ്രസീലിയനാണ് പെലെക്ക് ശേഷം. പക്ഷെ പെലെ കളിച്ച 4 ലോകകപ്പിൽ 3 വിജയിച്ചു. 3 കിരീടമുണ്ട് അദ്ദേഹത്തിന്. നെയ്മറിന് ഒരു കിരീടം പോലും ഇല്ല. ശരിക്കും അവസാനത്തെ 7 വേൾഡ് കപ്പിൽ ബ്രസീൽ എല്ലാ തവണയും നോക്കൌട്ടുകളിലൊക്കെ പുറത്തയക്കുന്നത് യൂറോപ്യൻ ടീംസിനെതിരെയാണ്. ഇതും നോർവേ എന്ന് പറയുമ്പോൾ അത്ര ശക്തരായ ഒരു ടീമിനെ അല്ല പ്രതീക്ഷിക്കുന്നത്. പണ്ട് ജോൺ ഡാൽ ടൊമാസനും ടൊറെ ആൻഡ്രോ ഫ്ലോയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊരിക്കലും ഇത്ര എത്തിയിട്ടില്ല. ആദ്യമായിട്ട് അവർ ക്വാർട്ടറിൽ എത്തുന്നത് അത് ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബെൽജിയത്തിനോട് തോറ്റത്, ക്രൊയേഷ്യയോട് തോറ്റത്, ജർമ്മനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് നെയ്മർ ഇല്ലായിരുന്നു. നെയ്മറിന്റെ ബെൻക്ക് പറ്റിയിട്ടാണ് 2014. പക്ഷെ അതിനുശേഷമുള്ള ഈ തോൽവികളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയില്ല. 4 വേൾഡ് കപ്പിൽ കളിച്ചു, 4ലും ഗോൾ അടിച്ചു. പക്ഷെ ഒരിക്കൽ പോലും കിരീടം ഉയർത്താൻ പറ്റിയില്ല. അപ്പോൾ സുൽത്താൻ കിരീടമില്ലാതെ മടങ്ങേണ്ടി വരും. അതിന്റെ ഒരു നിരാശ അദ്ദേഹത്തിന് ഉണ്ടാവും. കാരണം ബ്രസീലിൽ വിജയിക്കുന്നവർക്കാണ് അംഗീകാരമുള്ളത്. റൈറ്റ്. എന്നാണെങ്കിലും മറ്റൊരു മത്സരം അവിടെ പുരോഗമിക്കുന്നത് മെക്സിക്കോ ഇംഗ്ലണ്ടാണ്. മെക്സിക്കോ മത്സരം 2-1 ഇംഗ്ലണ്ട് ലീഡ് ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിനൊരു റെഡ് കാർഡ് ഉണ്ട് ജോസഫ്. ഈ അസ്റ്റെക്ക സ്റ്റേഡിയം എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇത് കളിയുടെ ആ ഒരു ഫ്ലോ വെച്ച് നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച മെക്സിക്കോയാണ്. പക്ഷേ ജൂഡ് ബെല്ലിംഗ്ഹാമിനോട് ഇംഗ്ലണ്ട് 2 ഗോൾ അടിച്ച് ലീഡ് നേടി അവർ ജയിക്കുമെന്നൊക്കെ ഏകദേശം ഉറപ്പിക്കുന്നൊക്കെ തോന്നിയ ഒരു അവസരത്തിലായിരുന്നു കിനേനസിലൂടെ മെക്സിക്കോ തിരിച്ചടിക്കുന്നത്. ശരിക്കും കളിയുടെ ഫ്ലോ മൊത്തത്തിൽ ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് കാണിച്ചതും നന്നായിട്ട് ആക്രമിച്ചതും മെക്സിക്കോ ആണ്. ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ അട്ടിമറിയിലേക്കാണോ പോകുന്നതെന്നൊക്കെ തോന്നി. പക്ഷെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ റെഡ് കാർഡും കൂടെ വരുമ്പം മെക്സിക്കോ 3-1 ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു ജോസഫ്. ഹാരി കെയ്ൻ പെനാൽറ്റി സ്പോട്ടിലുണ്ട്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതും ഇന്നും രണ്ടാമത്തെ ഗോളിലും ഹാരി കെയ്ന്റെ ആ ഒരു ക്ലെവർ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. ഹാരി കെയ്ൻ ശരിക്കും ആ ഒരു ആംഗിളിൽ നിന്ന് ഷോട്ട് അടിക്കുമെന്നല്ല എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ജൂഡ് ബെല്ലിംഗ്ഹാമിന് അറിയാമായിരുന്നു അതൊരു ഷോട്ട് അല്ല, പാസ്സാ വരുന്നത്. കാരണം അദ്ദേഹം പാസ് കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചോടി ആ റണ്ണ് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷിംഗ് ടച്ച് കൊടുക്കുകയായിരുന്നു. അപ്പൊ ഹാരി കെയ്ന്റെ ഒരു ഇമ്പാക്ട് ഈ മത്സരത്തിൽ ഇപ്പോൾ ഒരു അസിസ്റ്റ്, ഒരു ഗോളുമായി. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് സാക്ക, ഡെക്ലൻ റൈസ്. ആദ്യത്തെ 2 ഗോളിലും ഡെക്ലൻ റൈസ് ആണ് അതിന്റെ ആ ബിൽഡപ്പിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. റൈസ് ആദ്യ മിനിറ്റിൽ യെല്ലോ കാർഡ് കിട്ടിയ താരമാണ്. അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ റെഡ് കാർഡ് വരുന്നുണ്ടെന്ന് നമുക്ക് തുടക്കത്തിൽ ഊഹിക്കായിരുന്നല്ലേ. ഇപ്പോഴും അദ്ദേഹം കളത്തിലുണ്ട്, വേറെ ആൾക്കാണ് കിട്ടിയത്. അതൊക്കെ ശരി തന്നെ. എന്നാലും ഇനി 30 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. 3-1 പക്ഷെ ഇനിയും 30 മിനിറ്റ് ബാക്കിയുണ്ട് മെക്സിക്കോയ്ക്ക്. കംഫർട്ടബിൾ ആണോ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ പരിചയ സമ്പത്ത് ഒത്തിരി ഗുണം ചെയ്യും. ഇംഗ്ലണ്ടാണ്, പൊസഷൻ ഇല്ലാതെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇനി മുന്നോട്ട്. പ്രത്യേകിച്ചും ഹാരി കെയ്നൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് വന്ന് ഡിഫെൻഡ് ചെയ്യും. അദ്ദേഹത്തിന്റെ ലോങ് ബോളുകൾ സൂക്ഷിക്കണം. മാത്രമല്ല 3-1 എന്നുള്ള ലീഡ് അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി കംപ്ലീറ്റ് ഡിഫൻസിലേക്ക് പോയാൽ പോലും തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഡിഫൻസിലേക്ക് ഇംഗ്ലണ്ടിന് അങ്ങനെ പോകാൻ പറ്റില്ല. അവർക്കൊരു അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് നിർത്തണം. പക്ഷേ കെയ്ൻ അടക്കമുള്ള താരങ്ങൾ പിന്നിലേക്ക് ഇറങ്ങും. അവർ കൗണ്ടർ അറ്റാക്കിന് ഇങ്ങനെ കളിക്കണം. ഇനിയിപ്പം 10 പേരായിട്ട് കളിക്കണമല്ലോ. ആതിഥേയരാണ്. 10-12 നല്ല സപ്പോർട്ട് മെക്സിക്കോയ്ക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു 12th മാന്റെ സപ്പോർട്ടൊക്കെ ഉപയോഗിച്ച് മെക്സിക്കോ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹാരി കെയ്ൻ ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ മറ്റേ നമ്പർ 9 റൗൾ ഹിമെനസ് ഇന്ന് നിർഭാഗ്യവാനാണ്. ആദ്യ പകുതിയിൽ ഗോളെന്ന് ഉറപ്പിച്ച ഒരു 3 അവസരങ്ങളെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2 തവണ പിക്ഫോർഡ് സേവ് ചെയ്തു, ഒരെണ്ണം പുറത്തേക്ക് പോയി. അത്യുഗ്രൻ പ്രകടനമാണ് മെക്സിക്കോയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണം കൂടിക്കൊണ്ടേയിരിക്കും. ജോസഫ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ, ആഫ്രിക്കൻ ടീമുകളൊക്കെ ഈ അമേരിക്കൻ വേൾഡ് കപ്പിൽ വല്ലാതെ കരുത്ത് കാട്ടുമെന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ട്, ഇനി നോർവേ ഒക്കെ കയറി പോവുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മത്സരത്തിൽ യൂറോപ്യൻ ജെയിൻ ഹൗസുള്ള പോരാട്ടമാണ്. ഇനി അർജന്റീന അവിടെ നേരിടാൻ പോകുന്നത് ഈജിപ്തിനെയാണ്. അപ്പോൾ എന്താണ് ഈ ലോകകപ്പിൻ്റെ ഈ ക്വാർട്ടർ തുടങ്ങുമ്പോൾ തോന്നുന്ന ഒരു ഔട്ട്കം? ഇത് ആരാണ് സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ലോകകപ്പ്? അല്ല, പൊതുവെ യൂറോപ്പിന് പുറത്ത് യൂറോപ്യൻ ടീമുകൾ വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വസ്തുത ഉള്ളപ്പോൾ ജർമ്മനി 2014 ജയിച്ചപ്പോൾ അത് മാറിപ്പോയിരുന്നു. അത് അതിന് മുമ്പ് വരെ. അപ്പൊ അങ്ങനെ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പറയുമ്പോഴും ഈ വേൾഡ് കപ്പിൽ അങ്ങനെ യൂറോപ്യൻസിന് ഒത്തിരി അധികം തിരിച്ചടികൾ നേരിട്ടു. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ ഇന്ന് നോർവേ കാര്യങ്ങൾ മാറ്റി. ഫ്രാൻസ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കളിക്കുന്നത് ഫ്രാൻസ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അവരുടെ കളി അത്ര നല്ല ഫ്ലോയിലാണ്. ഇനി പോർച്ചുഗൽ, സ്പെയിനിൽ ഒരാൾക്ക് മടങ്ങേണ്ടി വരും, ഒരു ടീമിന് മടങ്ങേണ്ടി വരും. അപ്പം അതിൽ വിജയിക്കുന്നവർക്കും നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാർട്ടർ ഫൈനലിൽ, അതായത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവരും അതുപോലെ
നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ മെക്സിക്കോ, ആ മത്സരത്തിലുള്ള ജയിക്കുന്നവർക്ക് നല്ല സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും ആവശ്യകരമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. ബ്രസീലിന് ടാറ്റ ബൈ ബൈ ഗയ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ജോസഫ് ഫോർ ജോയിനിങ്. ജോസഫാണ് ജോയിൻ ചെയ്തത്. എന്നുള്ളതും ബ്രസീലിന് ആ സ്കോർ കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രസീലിന് ആ ജയം അർഹിച്ചിരുന്നില്ല എന്ന് പറയേണ്ടി വരും, വിഷമത്തോടെ ആണെങ്കിൽ പോലും. നോർവേ അതിഗംഭീരമായി തന്നെ ഒരു കൃത്യമായ ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നോർവേ കളിച്ചത്.